ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് ശർക്കര വരട്ടി അഥവാ ശർക്കര ഉപ്പേരി എന്ന് പറയും അതുണ്ടാക്കാം. അതെങ്ങനെയെന്ന് വെച്ചാൽ ഞാനിതാ അതിനെ കുറച്ച് പച്ചവാഴയ്ക്ക എടുത്തിട്ടുണ്ട്. പച്ചക്കായാണ്. അപ്പോൾ അതിതാ ഇങ്ങനെ തൊലി കളഞ്ഞ് നന്നായിട്ട് ചെറുതാക്കി അരിയണം. ചെറുതാക്കി ഒരേ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്യണം. എന്നിട്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇളം ചൂട് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെക്കണം. കാരണം അതിൻ്റെ കറകളൊക്കെ ഒന്ന് പോയി ഒന്ന് സെറ്റായി വരാനാണ്. പിന്നെ ഉപ്പ് കുറച്ചൊന്ന് പിടിക്കും വേണം. അതിനാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇളം ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെക്കേണ്ടത്. എന്നിട്ട് പിന്നെ നമ്മൾ അതിനായിട്ട് വേണ്ടിയിട്ടുള്ള മസാലകൾ തയ്യാറാക്കാം. പിന്നെ അതിനെന്താണെന്ന് വെച്ചാൽ വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണെങ്കിലും പ്രശ്നമില്ല, അരിയായാലും കുഴപ്പമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് അരിപ്പൊടിയാണെങ്കിലും ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് അരിയും കുറച്ച് വറുത്തെടുക്കുക. അതിലേക്ക് കുറച്ച് ജീരകവും പിന്നെ കുറച്ച് ഏലക്കായും ഇടുന്നുണ്ട്. ഏലക്കായ് പൊടിയുള്ളവർക്ക് അതിടാം, ജീരകമുള്ളവർക്ക് ഏലക്കുള്ളത് അത് അങ്ങനെ ഇടാം. എന്നിട്ട് അരിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ അരി വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം ആ പാനിൽ തന്നെ കുറച്ച് ശർക്കര ഉരുക്കാൻ വെക്കുക കേട്ടോ. ശർക്കര ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ശർക്കര നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴത്തേന് നമുക്ക് എന്താക്കാം, പഴം ചൂടുവെള്ളത്തിൽ നിന്ന് കോരി നന്നായിട്ട് ഉലർത്താൻ വെക്കാം. അതിങ്ങനെ നന്നായിട്ട് വെള്ളം ഉറ്റി പോയതിന് ശേഷമാണ് നമുക്ക് പൊരിച്ചെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ വാറ്റി വെക്കുക. അപ്പോൾ ഇനി നമ്മൾ എണ്ണ നല്ലോണം ചൂടാക്കിയിട്ട് എണ്ണയിലിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ക്രിസ്പി നന്നായിട്ട് പൊട്ടുന്ന മോഡലാക്കിയിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല പൊരിഞ്ഞ് വരണം, തൊടുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് പോകണം. അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ കോരിയെടുത്ത് റെഡിയാക്കി വെക്കുക. അപ്പോഴേക്കും നമ്മൾ ശർക്കരപ്പാൻ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അത് തൊട്ടാലിങ്ങനെ ഒട്ടുന്ന കോലത്തിലാണ് ആവേണ്ടത്. ഇനി നമുക്കിതൊക്കെ മിക്സ് തയ്യാറാക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ ആ ശർക്കരയ്ക്ക് ഈ നമ്മൾ പൊരിച്ച് കോരി വെച്ചിട്ടുള്ള ഈ പച്ചക്കായ നന്നായിട്ട് അതിലിടുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് അരി ജീരകമൊക്കെ പൊടിച്ച ആ മിക്സറും ഇതിലിടുക. എന്നിട്ട് ലേശം ഒരു പഞ്ചസാര, ഒരു തരിതരിപ്പിന് വേണ്ടി കുറച്ചൊരു പഞ്ചസാരയും കൂടി വിതറുക.